നമസ്കാരം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 270 അംഗ NDRF സംഘം അടിയന്തരമായി തന്നെ വിമാനത്താവളത്തിൽ എത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന ഭരണകൂടവുമായി വിശദമായി തന്നെ ഇക്കാര്യം സംസാരിച്ചിരുന്നു. കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി അടിയന്തരമായി തന്നെ അഹമ്മദാബാദിലേക്ക് എത്തുന്നുണ്ട്. ഈ വിമാനത്തിൽ യാത്രക്കാരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിലും വിമാനത്തിൽ 2 കുട്ടികൾ യാത്രക്കാരായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവരുടെ മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ അറിവായിട്ടില്ല. വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകമാണ് ഇടിച്ച് താഴേക്ക് വീണത് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ജനവാസ മേഖലയിലേക്കാണ് പതിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഒരു ഫ്ലാറ്റിന് സമീപമാണ് വീണതെന്നുമൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ മേഖലയിലാകെ തന്നെ ഇപ്പോൾ പുക മൂടിക്കിടക്കുന്നത് കാരണം കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊക്കെ തന്നെ സംഭവത്തിൽ നടുക്കവും ഉത്കണ്ഠയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി എന്ത് അടിയന്തര സഹായവും നൽകാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അർദ്ധസൈനിക വിഭാഗത്തിനെ എല്ലാം തന്നെ അഹമ്മദാബാദിലേക്ക് അയച്ചിരിക്കുന്നത്. പരമാവധി യാത്രക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപം നിരവധി ആശുപത്രികളുണ്ട് എന്നുള്ളതാണ് വളരെ ആശ്വാസകരമായി മാറിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. വിമാനാപകടത്തിൽ പരിക്കേറ്റവർ അടിയന്തരമായ പെട്ടെന്ന് അവർക്ക് വൈദ്യ ചികിത്സ ലഭിക്കാൻ ഇത് ഏറെ സഹായമായി എന്നാണ് പറയപ്പെടുന്നത്. പരമാവധി ഈ ആശുപത്രികളിലെ ആംബുലൻസുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഈ വിമാനാപകടത്തിൽപ്പെട്ട യാത്രക്കാരെ എല്ലാം തന്നെ ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിക്കും ഈ വിമാനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല. ഗുജറാത്ത് സർക്കാരോ അതല്ലെങ്കിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയമോ ഒക്കെ തന്നെ വിമാനത്തിൽ ഏതെങ്കിലും VIP ഉണ്ടായിരുന്നോ എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വിജയ് രൂപാണി ഈ വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം.